എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൊലിക്കെട്ടി അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല. പക്ഷെ പടം കാണാതെ അതിനെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയേറെ സങ്കടമുണ്ട്. ഭയങ്കര മനോഹരമായ സിനിമ നല്ല പറഞ്ഞത്. ഡെർബി ഓക്കെ, ഒരു എബോ അവറേജ് സിനിമയുണ്ട് ഡെർബിയിൽ. കാണാൻ കൊള്ളാവുന്ന കുറേ സാധനങ്ങൾ ഡെർബിയിലുണ്ട്. കേസ് കൊടുത്തിട്ടുള്ള 3 യൂട്യൂബ് ചാനല് നോർമൽ ഓഡിയൻസിന് ഇത് വർക്കാവാന്നുള്ളതാണ്. അപ്പോൾ അത് വർക്കായി തുടങ്ങി, അപ്പായി തുടങ്ങി. അതാണ് ഞാൻ ഇത്ര സന്തോഷത്തിലിരിക്കണേ. ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പൈസ മുടക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇളവ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. അതിന് ആത്മാർത്ഥമായിട്ട് ഒരു കൂട്ടം യുവാക്കൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ അവിടെ ഹൗസ്ഫുള്ളും ഭയങ്കര നല്ല റിയാക്ഷനാണ്. ഒരു പടം പെർഫെക്റ്റ്ലി ആയിട്ട് ഒരു പടമില്ല, പക്ഷേ ഒരു പടം ഡിസർവ് ചെയ്യണ ഇതിൻ്റെ അപ്പുറം നെഗറ്റിവിറ്റി, ഫോഴ്സ്ഡ് നെഗറ്റിവിറ്റി എന്താണോ 3 വർഷ കാലഘട്ടത്തിൽ നടന്നു പോകുന്നത് അതെല്ലാം ഞങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഇഞ്ച കൊച്ചും അതേ ദിവസം അതേപോലെ തന്നെയല്ലേ പെരുമാറുന്നത്. അല്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ അല്ലെങ്കിൽ ABCD ചൊല്ലു എല്ലാവരും അമ്മ എന്നൊക്കെ അറിയണം. എൻ്റെ പേര് ജെറി. ഞാൻ എഡിറ്റർ ഷമീർ മുഹമ്മദിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു കുറച്ച് കാലം. അപ്പം സജിലേട്ടൻ്റെ കഴിഞ്ഞ പടം കടകലിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സജിലേട്ടനെ വിളിക്കുന്നത്, ഇങ്ങനെ ഒരു പടം ഉണ്ട് നീ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, എങ്ങനെ വരും എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ സജിലേട്ടൻ എന്നിൽ ഭയങ്കര വിശ്വാസം അർപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി വൃത്തിയോട് കൂടിയിട്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പടം കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. പടം ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നൈറ്റ് സിനിപോളിസിൽ പടം കാണുന്ന സമയത്തും ക്രൗഡ് ഫില്ലായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു കുറേ. ഈ ഒരു +1 +2 അല്ലെങ്കിൽ ഈ ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ. അപ്പോൾ നമ്മൾ ക്രൗഡ് എങ്ങനെയുണ്ട്, ക്രൗഡ് റിയാക്ഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടത്. അപ്പം ഭയങ്കര രസമായിട്ട് ക്രൗഡ് സിനിമ എൻജോയ് ചെയ്ത് അവർ ചിരിച്ചു. ആക്ഷൻ വരുന്ന സമയത്ത് അവർക്കൊരു എനർജി ഫീൽ ചെയ്തു. മൊത്തത്തിൽ അവർ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്റ്റ്ഫുൾ പടമായിട്ട് അവർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. കണ്ടവരെല്ലാം തന്നെ പടത്തെക്കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം. നമ്മളെ കണ്ട് നമുക്ക് കുറേ റെസ്പോൺസ് വരുന്നുണ്ട്. ഫ്രണ്ട് കാഞ്ഞങ്ങാട് സിനിമ കണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഹൗസ്ഫുള്ളായിരുന്നു, അവർക്കെല്ലാം പടം ഇഷ്ടപ്പെട്ടു. കുറേ ആൾക്കാർ കണ്ടിന്യൂസ് സിനിമ കണ്ട് വിളിക്കുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും 2 പക്ഷമുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷേ ഇഷ്ടപ്പെട്ട സിനിമയെ മനഃപൂർവ്വം ഇഷ്ടപ്പെടാത്ത തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള പരിപാടികൾ നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ പടത്തിനെ പറ്റി അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്ന് തന്നെയാ നമ്മുടെ സമ്മതി വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചില പടം ഞാൻ ചെയ്തിട്ട് അതിന് നെഗറ്റീവ് പോലും പറയുന്നില്ല ആൾക്കാർ. ഓക്കെ കണ്ടാലോ അത് ഒരു മത്സര വിഭാഗത്തിൽ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മൻസൂർക്ക വളരെ ഞാൻ മൻസൂർക്ക് പരിചയപ്പെട്ടത് ഓപ്പണായിട്ട് പറയാം. മൻസൂർക്ക് വളരെ നല്ലൊരു പ്രൊഡ്യൂസറാണ്. റിലേഷൻഷിപ്പിനെ പറ്റി പറയണ്ട. അല്ലല്ല. അപ്പം ഇനിയും മൻസൂർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇനിയും മലയാള സിനിമയിൽ കുറേ നല്ല സിനിമകൾ. ഇപ്പം നമ്മളെല്ലാം യൂത്താണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് യൂത്ത് ചെറുപ്പക്കാർ പിള്ളേരാണ്. ഇവരൊക്കെ വിശ്വസിച്ചിട്ട് പുള്ളി ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെല്ലാം വിശ്വസിച്ചാണ് പുള്ളി ഇറക്കുന്നത്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിൽ പുള്ളി സിനിമയിൽ വിശ്വാസം അർപ്പിച്ച് സജിലിലും അഭിനന്ദേട്ടിലും എന്നിലും ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വിശ്വാസം അർപ്പിച്ച് പുള്ളി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആസ് എ ക്രിയേറ്റീവ്സ് നമ്മളെല്ലാം ഹാപ്പിയാണ്. സൈൽ ബ്രോ ആയാലും ഞാനും സജിലും എന്നാൽ കുറേ തന്നെ കെട്ടിപ്പിടിച്ചു, ഞങ്ങൾ കരഞ്ഞു കുറേ നേരം. അങ്ങനെയല്ല സൈൽ ബ്രോ സീരിയസ്ലി വളരെ ആത്മാർത്ഥത്തോടെ പറഞ്ഞു. ഞങ്ങൾ കുറേ കയ്യിൽ നിന്ന് പോയി. ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനൊരു സംഭവം. നമ്മൾ വിശ്വസിക്കുന്നത് സിനിമ വർക്കാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നിടത്ത് ഇഷ്ടപ്പെട്ടവരെ പോലും അത് പറയാൻ താമസിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിപ്പിക്കുകയാണ് ഒരു മെയിൻ എയിം. പിന്നെ എനിക്ക് ഓപ്പണായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ പാടുണ്ട്. എനിക്ക് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, എന്തിനും ഞാൻ പറയുകയാണ്. ഒന്നുമില്ല, അതായത് ഞാൻ പടങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ വളരെ വളരെ കുറവാണ് നമ്മൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വളരെ കുറവ് പോസ്റ്റേഴ്സാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ വളരെ കുറച്ച് പോസ്റ്റേഴ്സാണ് ഒട്ടിച്ചിട്ടുണ്ടാവുക. പക്ഷേ റീസെൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിൻ്റെ പോസ്റ്ററിൻ്റെ മണ്ടയിൽ കൂടെ വേറെ പടങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ച് പോയേക്കുവാണ്. വളരെ മോശമല്ലേ? തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയല്ലേ? പോസ്റ്റേഴ്സ് നോക്കുന്നില്ല, എല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ചെയ്യുന്ന പരിപാടികളാണ്. ഒന്നും ഡൗൺ ആവുന്നില്ല. ഡൗൺ ആയല്ലോ. ഡൗൺ ആവുന്നത് അപ്പാവാൻ വേണ്ടിയിട്ടാ. അല്ല, അത് സംഭവിച്ചു. പക്ഷേ എങ്കിലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സിനിമ ഈ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന നെഗറ്റീവ് റിവ്യൂസിലും ചെവി കൊടുക്കാതെ എല്ലാവരും പോയി സിനിമ കാണണം. വളരെ ഡെർബി ഞാൻ ഭയങ്കര മനോഹരമായ സിനിമ നല്ല പറഞ്ഞത്. ഡെർബി ഓക്കെ, ഒരു എബോ അവറേജ് സിനിമയുണ്ട് ഡെർബിയിൽ. കാണാൻ കൊള്ളാവുന്ന കുറേ സാധനങ്ങൾ ഡെർബിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കണം. വേറൊരാളുടെ ഈ പറഞ്ഞ രീതിയിൽ വേറൊരാളുടെ ജഡ്ജ്മെൻറ്റ് ഒരിക്കലും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ആവരുത്. സിനിമ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുക എന്നുള്ളതാണ്
ഏറ്റവും നല്ലൊരു കാര്യം. ഭയങ്കര ദുഃഖത്തോടു കൂടിയിട്ട് പറയുന്നത്, നമ്മൾ ആർഗ്യൂ ചെയ്യുമല്ല, ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ട് പറയുന്നത്, സിനിമ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുക. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും സിനിമ മോശമാണെങ്കിൽ മോശമെന്ന് പറയാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഒരു നല്ല സിനിമയെ മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് നെഗറ്റീവാക്കി ചിത്രീകരിക്കുന്നത് ഈ പറഞ്ഞിട്ട് വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് കൂടിയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എല്ലാവരും കണ്ടിട്ട് ഇതൊന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേസുള്ള യൂട്യൂബ് ചാനല് നേരത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള, അവർക്കെതിരെ നേരത്തെ മുമ്പ് പ്രൊഡ്യൂസേഴ്സ് കേസ് കൊടുത്തിട്ടുള്ള 3 യൂട്യൂബ് ചാനല് ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്ന ഒരു പേര് എനിക്കിപ്പോൾ കാണാതെ അറിയാം. ബാക്കിയുള്ള പേരുകൾക്കെതിരെയും നേരത്തെ കേസ് കൊടുത്ത് പല പ്രൊഡ്യൂസേഴ്സും കേസ് കൊടുത്തതാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്തെ തിയേറ്ററിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രമിട്ട് ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാധ്യമ സമൂഹം എന്ന് പറയുന്ന അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നവരാണ് ഇവര്, അല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരല്ല. നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാത്രം പറയൂ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ചാനൽ എടുത്ത് നോക്കിയാൽ നേരത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നേരത്തെ വന്നതാണ്, ഇവരുടെ പേരുകൾ വന്നതാണ്, ഇവർക്കെതിരെ കേസുകൾ വന്നതാണ്. അവരത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഡെർബി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സുവർണയുടെ അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് വെറും 806 വ്യൂസും അല്ലെങ്കിൽ 1006 വ്യൂസും മാത്രമേ ഈ 4-5 പേര് നെഗറ്റീവ് പറഞ്ഞവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ സുവർണയുടെ അമ്മയും അച്ഛനും സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് കൂടി അവർ പുറത്തിറങ്ങിയിട്ട് ആംഗ്യഭാഷ കൊണ്ട് സ്വന്തം മോളെയും ഈ സിനിമയും പറഞ്ഞ വാക്കുകളുണ്ട്. അതിന് കിട്ടിയത് 5.6 മില്യനും 7 മില്യനുമാണ്. അതാണ് ഏറ്റവും വലുത്. അങ്ങനെ സിനിമ ആർക്കും തകർക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പോൾ ഒരു 10 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 9 സിനിമ ഇങ്ങനെ വരുന്നത്. അത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവണില്ല. അതിപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ എൻ്റെ സെക്കൻഡ് സിനിമ എന്നുള്ളതിലല്ല. ഇനിയിപ്പോൾ തേർഡ് സിനിമ ചെയ്താലും ഇപ്പോൾ ഞാനല്ല, എൻ്റെ ഫ്രണ്ട്സ് സിനിമ ചെയ്യുമ്പോൾ അവർക്കും ഈ പ്രശ്നമുണ്ട്. എല്ലാ ഡയറക്ടേഴ്സും, പുതിയ വരുന്ന എല്ലാ ഡയറക്ടേഴ്സും ഈ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡയറക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിതിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞെന്നുള്ളൂ. പല ഡയറക്ടേഴ്സിനും ഈ ഫസ്റ്റ് ഡേ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആവുകയാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ട് പ്രൊഡ്യൂസർ പറഞ്ഞ് വരും, നമുക്ക് നോക്കാം, വരുന്നത് വെച്ച് കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പോയി. ഇപ്പം സീരിയസ്ലി ജെന്യൂൻലി പറയാണ്, ₹1 പോലും ഇത്ര ടിക്കറ്റ് എടുക്കണം അത്ര ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ചെയ്തിട്ടില്ല. അല്ലാണ്ട് തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളാണ്. 25 ഷോ ഇന്നലെ ഹൗസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വയലത്തൂർ പോയ സമയത്ത് അവിടെ അടുത്ത ഷോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സിന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഇത്. നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നോർമൽ ഓഡിയൻസിന് ഇത് വർക്കാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് വർക്കായി തുടങ്ങി, അപ്പായി തുടങ്ങി. അതാണ് ഞാൻ ഇത്ര സന്തോഷത്തിലിരിക്കണേ. അല്ലെങ്കിൽ എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയി, അത്രയും കോളുകൾ വരുന്നുണ്ട്. കുറേ നല്ല ഇൻഫ്ലുവൻസേഴ്സ് അവർ പടം കണ്ടിട്ട് അവർ തന്നെ ഓൺ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്, അല്ലേ? ഇല്ല അമീനെ, നമുക്ക് ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പടം പോയി കാണ്, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ അവരെന്നെ അത് റീച്ച് ആക്കി തരുന്നുണ്ട്, അത് റീച്ച് ആവുന്നുണ്ട്. അതിൻ്റെ ഹാപ്പിയിലാണ്, അതിന് സന്തോഷത്തിലാണ് ഞങ്ങൾ. നോർമലി ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു പടം വരാൻ പോകുന്ന സമയത്ത് ഒരുപാട് കോളുകൾ എനിക്കും മൻസൂർക്കാക്കും ഈ പറയുന്ന ടീമിലെ ആർട്ടിസ്റ്റുകാരെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇത്ര ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് അങ്ങനെയൊക്കെ വരാറുണ്ട്. റൈറ്റപ്സ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇന്നും കൂടെ നമ്മൾ കയറുന്ന തൊട്ട് മുമ്പ് എന്നാളെ വിളിച്ചിട്ട് പറഞ്ഞു, റൈറ്റപ്പ് ഞങ്ങൾ ഇങ്ങനെ റൈറ്റപ്പ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രോ പടം കണ്ടോ? ഇല്ല, പടം കണ്ടിട്ടില്ല, ഞാൻ റൈറ്റപ്പ് ആദ്യം ഇടാൻ എന്നിട്ട് പടം കാണാമെന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പോൾ അത് ഈ നമ്മുടെ സിനിമയ്ക്ക് നല്ല എല്ലാ സിനിമക്കും അതന്നെ അവസ്ഥ. എനിക്ക് അധികം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നിരനിരയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് പടം ചെയ്ത് പടം റിലീസായി ഹിറ്റടിച്ചവരുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കണ്ടന്റിനെ ആരും കാണാത്തതുണ്ട്. അപ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇത്. നമ്മളിപ്പം നമുക്ക് ഇത്രയൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തുറന്നു പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ നമ്മളും പറയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ ബ്രേക്കിവിനായാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കും. പക്ഷേ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പടം അല്ലെങ്കിൽ ഇനി വരാൻ പോണ പടങ്ങൾക്കെങ്കിലും ഇതൊരു സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അതാ നമ്മുടെ സിനിമ ഡെർബി ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ, ഒരു ഫുൾ പാക്ഡ് മൂവിയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും ഒരുപാട് പേർക്ക് ആ സിനിമ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അർഹിക്കാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ പറ്റാവുന്നിടത്തോളം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പൈസ മുടക്കിയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുക. നല്ലൊരു സിനിമ, നിങ്ങളെല്ലാവരും സിനിമ കണ്ടതല്ലേ?
ഈ സിനിമയുടെ ഷൂട്ട് ഒരു 58-60 ദിവസത്തോളം നീണ്ടൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു MES മമ്പാട് കോളേജിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് പ്രൊഡ്യൂസർ സാർ ഒരു വീടെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും പടത്തിൽ ഉള്ള 5 പേരും ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ. വളരെയധികം എൻജോയ് ചെയ്ത്, എന്താ പറയുക, ഒരു 58-60 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ പോലും കിട്ടാതെ അത്രത്തോളം എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമയാണ് അത്. ആ ഒരു ഞങ്ങളുടെ ഇടയിലെ ഒരു ബോണ്ടായാലും നിങ്ങൾക്ക് ആ സിനിമയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. അത് അത്രയും നാളെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എന്താ പറയുക, ഓരോ ദിവസവും ഞങ്ങൾക്ക് സെലിബ്രേഷനായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. ഇതിൻ്റെ പുറകിൽ അത്രത്തോളം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സജിൽ മമ്പാട്. ഞങ്ങളെപ്പോലുള്ള കുറച്ച് പുതിയ പിള്ളേരെ വെച്ചിട്ട് ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇപ്പോൾ അതൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പോൾ അതൊന്നും വെറുതെ ആയി പോകരുതെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. എങ്കിലാണ് ഒരു പുതിയ ഡയറക്ടറെ വിശ്വസിച്ച് ഇനി ഒരു പുതിയ പ്രൊഡ്യൂസർ ഒരു പൈസ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ മുന്നോട്ട് വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഞാൻ പടത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു കോളേജ് പടത്തിലാണ്. നമ്മൾ എന്ന് പറയുന്ന ഒരു കോളേജ് പടം. അന്ന് അത് 2002 ഡിസംബറിൽ റിലീസായി. അന്ന് ഏതൊക്കെയെന്ന് റെക്കോർഡ് റിലീസായ പടം കല്യാണരാമൻ, നന്ദനം, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ 4 പടം ഹിറ്റടിച്ചു ഇല്ലേ? പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഹിറ്റടിച്ചതാണ് നമ്മൾ. ഫസ്റ്റ് ദിവസം തന്നെ ഹിറ്റടിച്ച് ചെയ്ത് കല്യാണരാമൻ, പിന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അത് പിന്നെ ഷോട്ട് പോലെ എല്ലാ വർഷവും ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ പടം. അതിനുശേഷം നന്ദനം സ്ലോലി ഹിറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തോ പോലെ ഫസ്റ്റ് ആഴ്ചയിലൊന്ന് കൂവൽ ആളില്ല. പക്ഷേ ഏതൊക്കെയോ തിയേറ്ററുകളിൽ ആൾ കയറുന്നുണ്ട്, പടം ഇഷ്ടമാണെന്ന് അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ അന്ന് പിടിച്ചു നിർത്തിയിരുന്ന സർഗചിത്ര എന്ന് പറഞ്ഞൊരു അപ്പച്ചൻ്റെ അല്ലേ റിലീസ്, അന്നൊരു ആഴ്ച അപ്പച്ചൻ എന്താ പറഞ്ഞതെന്നറിയോ? രാത്രി റോഡ് സൈഡിലുള്ള തിയേറ്ററാണെങ്കിൽ ഗേറ്റിൽ ഹൗസ്ഫുൾ ബോർഡ് അങ്ങോട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അന്നത്തെ ടെക്നിക്കാ. നല്ല പടാന്ന് അഭിപ്രായം ഉണ്ടായിട്ട കാര്യങ്ങളോട്ടോ. അങ്ങനെ ഇട്ട് 2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. ബാക്കിൽ ഇനിയിപ്പോൾ ഏത് ഭാഷയാണെങ്കിലും അവരൊന്ന് ഇത് ടപ്പായെന്ന് തട്ടിയിട്ട് അടുത്ത പടം കയറ്റും ഇല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ പിള്ളേർ ഒരു സംഭവം ചെയ്യുമ്പോഴും പഴയ പിള്ളേർ ചെയ്യുമ്പോഴും നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മോശമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നല്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇളവ് ഉണ്ടാവുമ്പോൾ ഇതങ്ങോട്ട് തിന്നൂടെ നമുക്ക്. എന്തിന് ഈ അന്യനാട്ടിൽ നിന്ന് വരുന്ന സാധനം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കണം? ഇന്നിപ്പോൾ നടക്കുന്ന യുദ്ധമാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലേ? എന്ന് വെച്ചാൽ അവിടെ യുദ്ധം ചെയ്യണമെന്നല്ലേട്ടാ ഞാൻ പറഞ്ഞേ ഇനി. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം നമ്മുടെ ഇൻഡസ്ട്രി. അതായത് കൊറോണ വന്നിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തി വെച്ചിട്ടില്ല, സിനിമാ നിർമ്മാണം. അതായത് മലയാളം സംസാരിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ്. പക്ഷേ എനിക്ക് പോലും കേട്ടാൽ മനസ്സിലാവാത്ത പറയാൻ പറ്റാത്ത ഓരോ രാജ്യത്തുള്ള ആൾക്കാർ നമ്മുടെ പടം കണ്ടുകൊണ്ട് അഭിപ്രായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ അവരുടെ ഭാഷയിൽ റിലീസ് ചെയ്യുക. വേറെ എവിടെയും പടങ്ങൾ ഉണ്ടാവുന്നില്ല. ഇന്ത്യയിലാണെങ്കിലും വലിയ കാശുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദുബായ് എത്ര പടം ഇറക്കേണ്ടതാണ്? അപ്പോൾ അത് മാത്രം പോരല്ലോ, കുറച്ച് പട്ടിണി എടുക്കുന്ന ആൾക്കാരും വേണം. പട്ടിണിയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവണം. നിങ്ങളും വേണം, വിമർശനം വേണം, എല്ലാ രീതിയിലുള്ള സംഭവം ഉണ്ടെങ്കിലാണ് ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ എന്തിനാ ഇരിക്കും മുമ്പ് വെട്ടി കത്തിച്ച് കളയണേ? വെട്ടിയാൽ മതിയില്ലേ കുറച്ചിങ്ങനെ ചെറുതായിട്ട് അല്ലേ? അപ്പം നല്ലതാണെങ്കിൽ നല്ലതെന്ന് നിങ്ങൾ പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. അതേ സ്പിരിറ്റോട് കൂടി തന്നെ പറഞ്ഞോ. ഞാൻ അടിക്കുന്ന ആളാണ്, അടിക്കാത്ത ആളാണ്, അടിക്കുന്നില്ലെങ്കിൽ അടിക്കില്ല എന്ന് തന്നെ പറഞ്ഞു, അടിക്കുന്ന തന്നെ പറഞ്ഞു അല്ലേ? എന്താ പ്രശ്നം? ഒന്നുമില്ല. അപ്പോൾ അതേപോലെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് അങ്ങനെ പറഞ്ഞു, മോശമാണെങ്കിൽ മോശമെന്ന് പറഞ്ഞു. അത് പറയാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. ആർക്കും കാശും കൊടുക്കണ്ട റിവ്യൂ എഴുതാൻ. നല്ലതാണെങ്കിൽ മാത്രം കാശ് തന്നെ വാങ്ങണം. അപ്പോൾ മോശം എഴുതാൻ ആരെങ്കിലും കാശ് വാങ്ങുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കാര്യമില്ല ഏട്ടാ പറയണേ. കുറച്ച് പേര് പെയ്ഡ് റിവ്യൂസിൻ്റെ ആൾക്കാർ പറയും. അതേ
കാശ് വന്നാൽ നന്നായിട്ട് എഴുതാം. പിന്നെ പറയും മോശം എഴുതാൻ അതിന് കാശ് വേണ്ടാന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൊലിക്കെട്ടി അനുഭവം അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നമ്മളങ്ങോട്ട് കണ്ടില്ല. കാരണം അവിടെ ഒരു പാട്ടും ബഹളവും ആകെ തിരക്കായിരുന്നു. സ്റ്റെപ്പ് പഠിക്കുന്ന തിരക്കും, ഞാനാണെങ്കിൽ പിള്ളേരുടെ പേര് പഠിക്കാനുള്ള തിരക്കും. ഇനി അടുത്ത അവസരത്തിൽ തൊലിക്കെട്ടി കൂട്ടാം. ഇപ്പം ഞാനൊരു സജഷൻ പറയുമ്പോഴും പുള്ളി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് ഇട്ടോ, കുഴപ്പമില്ല. അത് തിയേറ്ററിലും വർക്കായി. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കോമഡീസ് വർക്കായി, ഈ പറഞ്ഞ പോലെ ആക്ഷൻ വർക്കായി, സെൻറ്റിമെൻറ്റ്സ് വർക്കായി. 22 വയസ്സ്. സുമതി വള ഇറങ്ങിയപ്പോഴേ സുമതി ഇതിലൊരു ക്യാരക്ടർ എല്ലാവരും സ്വീകരിച്ചു. അതുപോലെ ഇപ്പം തിയേറ്റർ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ മറിയ മറിയ എന്നുള്ളൊരു വിളി കേൾക്കുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നണേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ തിയേറ്ററിൽ പോയപ്പോൾ ആൾക്കാർ ഈ ഇതിലെ സിനിമയിലെ പേര് മറിയാന്ന് പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ആ ക്യാരക്ടറായിട്ട് ആൾക്കാർ കാണും എന്നൊക്കെ. പക്ഷേ ഫ്രം ദ ഡേ വൺ എന്തൊക്കെ നെഗറ്റീവ്സ് വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അതിപ്പോൾ സിനിമയാണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. ഇപ്പോൾ ഓരോ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിലും അമ്മീനാണെങ്കിലും ആഡം ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റേതായ അപ്രിസിയേഷൻസ് കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളൊക്കെ തുടക്കക്കാരാണ്. നമ്മൾ ആ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ഏറ്റെടുക്കുന്ന വിശ്വാസം ഉണ്ടാവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചെയ്യുമ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ചെയ്തത്.